ഓക്കെ, അപ്പോൾ ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ ഇതുവരെ പഠിച്ച ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ ഡെഫിനിഷൻസും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു റിവിഷൻ പോലെ. നമ്മൾ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എഫ് എന്ന് പറഞ്ഞ ഫീൽഡ്, സ്കേലാസ് ആ ഒരു ടേംസിലാണ് ആക്ച്വലി ലീനിയർ ആൾജിബ്ര എന്നുള്ള സബ്ജക്റ്റിൻ്റെ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു ഫീൽഡ് അല്ലെങ്കിൽ എന്തായിരുന്നു സ്കേലാസ്, ഇതെല്ലാമായിരുന്നു നമ്മൾ ആദ്യം ചെക്ക് ചെയ്തായിരുന്നത്. അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ദി ലെറ്റർ എഫ് ഈസ് ഡിനോട്ടഡ് ആസ് ഫീൽഡ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എയ്തർ റിയൽ നമ്പേഴ്സ് ഓർ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ദി എലമെൻറ്റ്സ് ഓഫ് എഫ് ആർ കോൾഡ് സ്കേലാസ്. അപ്പോൾ സ്കേലാസ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഫീൽഡിൽ നമ്മൾ ശരിക്കുമുള്ള എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേര് സ്കേലാസ് എന്നാണ്. അത് നമ്മൾ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് കോൺസ്റ്റൻറ്റ് നമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ടാവും. ആ കോൺസ്റ്റൻറ്റ് നമ്പേഴ്സിനെയാണ് നമ്മൾ സ്കേലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെയുള്ള കളക്ഷനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഫീൽഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതായിരുന്നു ഓർഡേഡ് പെയേഴ്സ് എന്താണ്, അതുപോലെ തന്നെ ട്രിപ്ലറ്റിൻ്റെയൊക്കെ ജനറൽ ഫോമാറ്റ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ ലിസ്റ്റ് ഓഫ് ലെങ്ത് n എന്ന് പറയുന്നത് എന്താ? അതിനകത്ത് എ ലിസ്റ്റ് ഓഫ് ലെങ്ത് n ഈസ് ആൻ ഓർഡേഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ആൻഡ് സറൗണ്ടഡ് ബൈ പാരന്തസിസ്. എ ലിസ്റ്റ് ഓഫ് n ലെങ്ത് n ലുക്സ് ലൈക്ക് ദിസ്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ലെങ്ത് n എന്ന് പറയുമ്പോൾ അതിനെ ഈ ഒരു ടേംസിൽ ഡിനോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ലിസ്റ്റ് ഓഫ് ലെങ്ത് n എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് n ടേംസ് ഉണ്ടാവും, അതിനെ ഇങ്ങനെ കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടുന്നതിനെയാണ് നമ്മൾ ലിസ്റ്റ് ഓഫ് ലെങ്ത് n എന്ന് പറയുന്നത്. അപ്പോൾ ലിസ്റ്റ് ഓഫ് ലെങ്ത് 2 എന്ന് പറയുമ്പോൾ 2 എലമെൻറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, x1, x2. ലിസ്റ്റ് ഓഫ് ലെങ്ത് 2 എന്ന് പറയുമ്പോൾ x1, x2, x3. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചായിരുന്നു, അതൊന്നും അത് ഉള്ള ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഇനി അടുത്തായിട്ടുള്ളതാണ് വെക്റ്റർ സ്പേസ്. എന്താണ് വെക്റ്റർ സ്പേസ് എന്നുള്ളത്? അപ്പോൾ ഒരു വെക്റ്റർ സ്പേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് രണ്ട് ഓപ്പറേഷൻസിനെ നമ്മൾ പഠിച്ചായിരുന്നു, അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും. അപ്പോൾ അഡീഷൻ എന്ന് പറയുന്നത് എന്താ? അഡീഷൻ ഓൺ എ സെറ്റ് വി ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് ആൻ എലമെൻറ്റ് യു പ്ലസ് വി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് വി ടു ഈച്ച് പെയർ ഓഫ് എലമെൻറ്റ്സ് യു ആൻഡ് വി എലമെൻറ്റ്സ് ഓഫ് വി. അതായത് യു എന്നും വി എന്നുള്ള രണ്ട് എലമെൻറ്റ്സ് നമ്മൾ ഈ ക്യാപിറ്റൽ വിയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി അഡീഷൻ ചെയ്യുന്ന എലമെൻറ്റും യു പ്ലസ് വിയും അതിനകത്ത് ഉണ്ടാവണം. അതിനെയാണ് അഡീഷൻ ഓൺ എ സെറ്റ് വി എന്ന് പറയുന്നത്. അതുപോലെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ എ സെറ്റ് വി ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസൈൻസ് ആൻ എലമെൻറ്റ് ലാംഡ വി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് വി ടു ഈച്ച് ലാംഡ എലമെൻറ്റ് ഓഫ് എഫ് ആൻഡ് വി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ വി. ഫീൽഡിൽ നിന്നൊരു സ്കെയിലാറും വിയിൽ നിന്നൊരു വെക്ടറിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ് വിയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. ദെൻ മെയിൻ ഡെഫിനിഷൻ for linear algebra is a vector space. A vector space is a set V along with an addition on V and a scalar multiplication on V such that the following properties hold. ഒരു വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നതിൽ ഒരു സെറ്റ് ഓഫ് വെക്റ്റേഴ്സിനെയാണ് നമ്മൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. along with two operations addition on V and scalar multiplication on V. അപ്പോൾ addition on V എന്താണെന്നും scalar multiplication on V എന്താണെന്ന് നോക്കി. അഡീഷൻ ഓഫ് വി എന്ന് പറയുമ്പോൾ ഏത് രണ്ട് വെക്റ്റേഴ്സ് വിയിൽ നിന്ന് എടുത്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അത് അതിനകത്ത് വരണം. അതുപോലെ തന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്കെയിലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വെക്ടറും വിയിൽ തന്നെ വരണം. അതിനെയാണ് അഡീഷൻ ഓൺ വി എന്നും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓൺ വി എന്നും പറയുന്നത്. ആൻഡ് സച്ച് ദാറ്റ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ് ഷുഡ് സാറ്റിസ്ഫൈഡ് ബൈ വി. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഇത്രയും പ്രോപ്പർട്ടീസും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ യു പ്ലസ് വി ഷുഡ് ബി ഈക്വൽ ടു വി പ്ലസ് യു ഫോർ എവറി യു ആൻഡ് വി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് വി. ആൻഡ് നെക്സ്റ്റ് വൺ അസോസിയേറ്റിവിറ്റി. യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു or and at the same time the case of multiplicative associativity for the case of multiplication
AB into V equal to A into BV for all U, V, W is an element of V and A and B is an element of feed. And there exists an additive element, zero element of V such that V plus 0 is an element of it, which means the additive identity and the existence of additive inverse. ഏതൊരു V എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണോ അത് അതിൻ്റെ കൂടെ വരണം. ദെൻ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയിട്ടുള്ള 1 എന്നുള്ളത് എന്തായാലും V എന്നുള്ള വെക്ടറിൽ വരണം. ആൻഡ് ദി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ദി ടു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസും ഈ V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ്, V എന്ന് പറയുന്ന സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? വെക്റ്റർ സ്പേസ് ആണെന്ന് പറയും. അപ്പോൾ അത് ക്ലോഷർ അണ്ടർ അഡീഷൻ ആയിരിക്കണം, ക്ലോഷർ അണ്ടർ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം, കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അഡിറ്റിവിറ്റി, അഡിറ്റീവ് ഇൻവേഴ്സ്, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇത്രയും പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റിനെയാണ് നമ്മൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ കുറേ വെക്റ്റർ സ്പേസുകളുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്റ്റർ സ്പേസുകൾ ഒരു സെറ്റ് വന്നിട്ട് അത് വെക്റ്റർ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതെല്ലാം നോക്കിയായിരുന്നു. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് എ വെക്റ്റർ സ്പേസ് ആർ കോൾഡ് വെക്റ്റേഴ്സ് ഓർ പോയിൻറ്റ്സ്. നമ്മൾ ഫീൽഡിലെ എലമെൻറ്റ്സിന് നമ്മൾ സ്കെയിലാസ് എന്ന് പറഞ്ഞു, അതുപോലെ വെക്റ്റർ സ്പേസിലെ പോയിൻറ്റ്സിന് വെക്റ്റേഴ്സിന് നമ്മൾ അല്ലെങ്കിൽ എലമെൻറ്റ്സിന് നമ്മൾ പറയുന്നത് വെക്റ്റേഴ്സ് അല്ലെങ്കിൽ പോയിൻറ്റ്സ് എന്നാണ്. And if a vector space is defined on R is called a real vector space, and vector space defined on C is called a complex vector space. Then after that നമ്മൾ കുറേ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വെക്റ്റർ സ്പേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്തായിരുന്നു. Then next important definition, and all these theorems are important. A unique space has a unique identity, additive identity. ഒരു വെക്റ്റർ സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിന് എന്തായാലും അഡിറ്റീവ് ഇൻവേഴ്സ്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും യുണീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ ദി എലമെൻറ്റ് ഇൻ എ വെക്റ്റർ സ്പേസ് ഹാസ് എ യുണീക്ക് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു വെക്റ്റർ സ്പേസിൻ്റെ കേസിൽ അത് യുണീക്ക് ആയിരിക്കും. Then 0 into a vector will be equal to 0 vector. Similar proofs are, the problems are out. Next one is subspace. Important definition for a subspace. എന്താണ് സബ്സ്പേസ് എന്നുള്ളത്? സബ്സ്പേസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ V എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് എടുത്തു. ആ സബ്സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വെക്റ്റർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ U എന്ന് പറയുന്നത് Vയുടെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ സബ്സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സെൽഫ് ഈസ് എ വെക്റ്റർ സ്പേസ്. പക്ഷേ ആ വലിയ സെറ്റിൽ അത്രയും എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, അതിലും കുറച്ച് ചെറുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സബ്സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ സബ്സ്പേസ് എന്ന് പറയുമ്പോൾ അത് എന്തായാലും ഒരു വെക്റ്റർ സ്പേസ് തന്നെയാണ്. അപ്പോൾ വലിയതിൻ്റെ ചെറുതാണ്, വലുതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ യുവിനെ വിയുടെ സബ്സ്പേസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ അതിനുള്ള കണ്ടീഷൻസ് നമ്മളൊരു സബ്സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആയിരുന്നു 2-3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. എല്ലാ പ്രോപ്പർട്ടീസും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ടു ചെക്ക് ഇറ്റ് വെദർ ഇറ്റ് ഈസ് ദി ഗിവൺ സെറ്റ് ഈസ് എ സബ്സ്പേസ് ഫോർ ദി ഗിവൺ വെക്റ്റർ സ്പേസ്. എ സബ്സെറ്റ് U of V is a subspace of V if and only if U satisfies the following 3 conditions, that is existence of additive identity, closure under addition and closure under scalar multiplication. ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? U എന്ന് പറയുന്നത് Vയുടെ ഒരു സബ്സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അതായിരുന്നു കണ്ടീഷൻ ഫോർ ദി സബ്സ്പേസ്. ദെൻ സബ്സ്പേസുകളുടെ കുറച്ച് പ്രോബ്ലംസ് എല്ലാമായിരുന്നു അടുത്തായിട്ട് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ സം ഓഫ് സബ്സെറ്റ്സ്. സം ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്, സപ്പോസ് U1 U2 extra UM are subsets of V and the sum of U1 U2 extra UM is denoted by like this is the set of all possible sum of elements U1 U2 extra UM. അതായത് ഇതിന് വരാവുന്ന U1 + U2 + extra UMന് വരാവുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ സംസിൻ്റെയും കൂടെ കളക്ഷനെയാണ് സം ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത്. This one is the direct sum. Direct sum means the sum U1 U2 extra U1 plus extra UM is called direct sum if each element of U1 plus extra UM can be written only in one
way as a sum of u1 plus u2 extra um. അതായത് ഈ u1 plus u2 plus extra um എന്നുള്ള ആ വെക്റ്റേഴ്സിനെ നമുക്ക് ഒരൊറ്റ വേയിൽ മാത്രമേ സം ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലാണ് നമ്മൾ അതിനെ ഡിറക്റ്റ് സം എന്ന് പറയുന്നത്. ആൻഡ് ഡിറക്റ്റ് സം ഈസ് ഡിനോട്ടഡ് ബൈ ലൈക്ക് ദിസ്. ദെൻ കണ്ടീഷൻ ഫോർ ദി ഡിറക്റ്റ് സം എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ suppose u and w are subspaces of V, then u plus w is a direct sum if and only if u intersection w equal to set 0. രണ്ട് സബ്സ്പേസുകൾ ഡിറക്റ്റ് സം ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് നോക്കിയാൽ മതി, അതിൻ്റെ ഡിറക്റ്റ് സം എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് 0 ആണോ, സോറി അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ u ഇൻ്റർസെക്ഷൻ w ചെയ്യുമ്പോൾ സെറ്റ് 0 കിട്ടുന്നുണ്ടെങ്കിൽ u പ്ലസ് w എന്ന് പറയുന്നത് ഒരു ഡിറക്റ്റ് സം ആണ്. Next topic was linear combination of list of vectors in the vector space is of the form v1 a1 v1 plus a2 v2 plus etc am vm. അതായത് v1 v2 എക്സ്ട്രാ vm എന്നുള്ള m വെക്ടേഴ്സിന് നമ്മൾ ഒരു വെക്ടർ സ്പേസ് വിയിൽ നിന്നെടുത്ത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് a1 v1 plus a2 v2 plus etc am vm, where a1 a2 etc am are the scalars from the field f. And then next one was span. The set of all linear combination of a list of vectors v1 v2 extra vm in V is called the span of v1 v2 extra vm, and it is denoted like this. അതായത് v1 v2 extra vm എന്നുള്ള വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ഫ്രം ദി വെക്ടർ സ്പേസ് V, അതിനെയാണ് സ്പാൻ ഓഫ് v1 v2 എക്സ്ട്രാ vm എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വെക്റ്റർ സ്പേസിലെ v1 v2 എക്സ്ട്രാ vm എന്നുള്ള വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കൂടിയുള്ള കളക്ഷൻസിനെയാണ് സ്പാൻ ഓഫ് v1 v2 എക്സ്ട്രാ vm എന്ന് പറയുന്നത്. Then spans. If v1 v2 extra vm is equal V, then we say that v1 v2 extra vm spans the vector space V. Span of v1 v2 extra vm എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഈ വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും കൂടെ കളക്ഷൻ. ഇനി ആ കളക്ഷൻ ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് ഈക്വൽ ടു ദി വെക്ടർ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്പാൻസ് V എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ടേം എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ V എന്നുള്ള വെക്ടർ സ്പേസിൽ നിന്ന് ഏതൊരു വെക്ടർ എടുത്താലും അതിനെ v1 v2 എക്സ്ട്രാ vmൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ സാധിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് these vectors spans the vector space V എന്ന് പറയാൻ പറ്റും. And then next one is the finite dimensional vector space. Finite dimensional vector space means that if some list of vectors in it spans the vector space V. If sum of vectors in it, അതായത് ഫൈനൈറ്റ് ഡയമെൻഷൻ ആയ സ്പാനിങ് സെറ്റ് ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ we can say that these vector space will be finite dimensional. അതായത് ആ ലിസ്റ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് സ്പാനിങ് ലിസ്റ്റിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കണം. So we can say that this vector space will be finite dimensional. And infinite dimensional, which means that the vector space which is not finite dimensional is known as infinite dimensional, or the span ചെയ്യുന്ന സ്പാനിങ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. The main important definition, linearly independent set. A list v1 v2 extra vm of vectors in V is called linearly independent if only one choice of a1 a2 extra am element of f that makes a1 v1 plus extra am vm equals 0, that is a1 equal to 0, a2 equal to 0, etc am equal to 0. അതായത് നമ്മളൊരു ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് v1 v2 extra vm എന്നുള്ള ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് എടുക്കുകയാണ്, അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ദെൻ ആ സ്കെയിലേഴ്സ് ആ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ഓൾ ദി സ്കെയിലേഴ്സ് ആർ 0, then we can say that these list of vectors are linearly independent. Okay. And the linearly dependent set means that the linear combination will be equal to 0 such that not all scalars are 0.
നമ്മൾ എടുക്കുന്ന ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ സ്കേലാസിൻ്റെ വാല്യൂ എന്ന് പറയുന്നതിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും, അതാണ് പറയുന്നത് നോട്ട് ഓൾ സ്കേലാസ് ആർ 0, എല്ലാം സ്കേലാസ് 0 ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ സീറോസ് അല്ലാത്ത സ്കേലാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിനെ നമ്മൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. Every subspace of a finite dimensional vector space is finite dimensional. ഒരു finite dimensional ആയിട്ടുള്ള വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസുകളെല്ലാം ഫൈനൈറ്റ് ആയിരിക്കും. Next, basis of a vector space. The basis of a vector space is a list of vectors in the vector space itself, which is linearly independent and spans the vector space V. അപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നതിന് ബേസിസ് ആണ്, ഒരു വെക്റ്റർ സ്പേസിൻ്റെ ബേസിസ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. അതുപോലെ ആ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ആ വെക്റ്റർ സ്പേസിനെ സ്പാൻ കൂടി ചെയ്യും. അതായത് ആ വെക്റ്റർ സ്പേസിലെ ഏതൊരു വെക്ടർ എടുത്താലും അതിന് ആ ലിസ്റ്റ് ഓഫ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാനും സാധിക്കും. Thus we can say that that list of vectors will be a basis for the vector space V. Dimension of a vector space. The dimension of a finite dimensional vector space is the length of any basis of the vector space. ഒരു ബേസിസിൻ്റെ ലെങ്ത്ത് അതാണ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിന് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ബേസിസ് ആയിരിക്കും ഉണ്ടാവുക. ആ ബേസിസിൻ്റെ ലെങ്ത്ത് എത്രയാണ്, വിച്ച് മീൻസ് ആ ബേസിസിൽ എത്ര നമ്പർ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അതാണ് ആ വെക്റ്റർ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസിന് എത്ര ബേസിസ് വേണമെങ്കിലും പോസിബിൾ ആണ്. പക്ഷേ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഓരോ ബേസിസിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് എന്തായാലും സെയിം ആയിരിക്കും.